അപ്പോൾ എല്ലാവർക്കും ഞങ്ങൾ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് അൽ കവനീജ് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലത്താണ് പോകുന്നത്. അൽ കവനീജ് ലാസ്റ്റ് സ്റ്റോപ്പ് എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. ഇത് വെറുതെ ഇൻസ്റ്റാഗ്രാമിൽ സ്ക്രോൾ ചെയ്തപ്പോൾ കണ്ട ഒരു സ്ഥലമാണ്. അപ്പോൾ ഇവിടെ വന്ന് കയറുമ്പോൾ തന്നെ നമുക്കൊരു ഓൾഡ് അമേരിക്കൻ വൈബ്സ് ഒക്കെ അങ്ങ് അടിച്ചുകൊണ്ടിരിക്കും. ഇവിടെയും കുറേ ഫുഡിൻ്റെ കുറേ ഷോപ്പുകളൊക്കെ ഉണ്ട്. പിന്നെ അതല്ലാണ്ട് ഇവിടെ ഒരു മാളുണ്ട്, ഒരു ഹോസ്പിറ്റലുണ്ട്. ഈ ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ട് എന്നൊക്കെ പറയുന്നത് ഒരു കാണാൻ വേറൊരു രീതിക്കായിരിക്കും. പിന്നെ ആ സ്ഥലത്തിൻ്റെ വൈബുമായിട്ട് ആ ഒരു ആംബിയൻസുമായിട്ട് സെറ്റ് ആവുന്ന രീതിക്കാണ് ഈ ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ട് പോലും ഇരിക്കുന്നത്. പിന്നെ അത്യാവശ്യം നല്ല പാർക്കിംഗ് ഉണ്ട്. പാർക്ക് ചെയ്തിട്ട് പാർക്കിംഗ് ഫ്രീ ആണ് 2 hours. ഞാൻ ഏതാണ്ട് നൈറ്റ് കുറേ ലേറ്റായി ഞാൻ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ ഒരു സെക്യൂരിറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ പുള്ളി പറഞ്ഞത് വാക്ക് വേയിൽ കൂടെ, അൽ കവനീജ് വാക്ക് വേയിൽ കൂടെ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം അത് പെട്ടെന്ന് അടയ്ക്കും. അതുണ്ട്, പ്രോമിസ് ബ്രിഡ്ജ് ഉണ്ട്, വാട്ടർഫോൾ ഉണ്ട്, ഉണ്ട് എന്നാ പറഞ്ഞു. അപ്പോൾ നേരെ ഞങ്ങളപ്പോൾ അതുവഴി തന്നെ അങ്ങ് നടന്ന് ആദ്യം ആ വാക്ക് വേ കഴിഞ്ഞിട്ട് പിന്നെ നേരെ കയറി പ്രോമിസ് ബ്രിഡ്ജ്. ഈ സ്ഥലം നല്ലൊരു രസമായിട്ട് അവർ അറേഞ്ച് ഒക്കെ ചെയ്തിട്ടുണ്ട്. നല്ല രസമാണ്. പ്രോമിസ് ബ്രിഡ്ജ് എന്ന് പറയുന്നത് ഈ ലവേഴ്സ് പൂട്ടൊക്കെ കൊണ്ട് ലോക്ക് ചെയ്തിട്ട് ഒരു ചില ബ്രിഡ്ജിലൊക്കെ ഇട്ടിരിക്കത്തില്ല, യൂറോപ്പിലൊക്കെ കാണുന്നില്ല, അതുപോലത്തെ ഒരു സ്ഥലമാണ്. അതുകൊണ്ട് പിന്നെ ഒരു വിഷിങ് സംതിങ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. ഞാൻ അത് ശ്രദ്ധിച്ചില്ല. അപ്പോൾ പിന്നെ ഇവിടെ പോയാൽ ഉള്ള ഏറ്റവും വലിയ പ്രശ്നം ക്യാമറ എടുത്തിട്ട് പോകാൻ പറ്റില്ല. അത്ര അടിപൊളി സ്ഥലമാണ് ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടി. പക്ഷേ ക്യാമറ എടുക്കാൻ പറ്റത്തില്ല. ഫോണിൽ എന്ത് വേണം ചെയ്യാം. അത് എന്ത് റൂളാണെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ അവർ അങ്ങനെ പറയുന്നുണ്ട്, എന്തോ പ്രൈവസി ആണെന്നും അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. ശരി, അത് അവരെ കാര്യം. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അധികം അങ്ങനെ വീഡിയോ ആയിട്ട് എടുക്കാൻ പറ്റിയില്ല. പക്ഷെ പറ്റിയത് ഞാൻ എടുത്തു. പിന്നെ നമ്മൾ അത് കഴിഞ്ഞ് പോകുമ്പോഴേക്കും അവിടെ നടുക്കൊരു പോണ്ടുണ്ട്. ആ പോണ്ടിൽ വാട്ടർ ഫൗണ്ടെയിൻ പോലെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ താഴെ ലൈറ്റൊക്കെ ഇട്ട് അത് കാണാൻ വളരെ മനോഹരമായിരിക്കുന്നുണ്ട്. അവിടെ നിന്ന് തന്നെ കുറച്ച് തിരിഞ്ഞു നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു പാത്വേ പോലെ. ഒരു പാത്വേ ഫുള്ള് ലൈറ്റ്, അതിൻ്റെ എൻഡ് വന്നിട്ട് ഈ വാട്ടർ ഫൗണ്ടെയിനെ ഫേസ് ചെയ്തിരിക്കും. ആ ഒരു സ്ഥലമാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഞങ്ങൾ പോയി നോക്കി. വളരെ രസമുള്ളൊരു സ്ഥലമാണത്. ലാൻഡ് സൈഡ് പറയുകയാണെങ്കിൽ നല്ല പച്ചപ്പും ഒരു പഴയ ഒരു മോഡൽ വീടുകൾ ടൈപ്പ് ഷോപ്പായാലും എല്ലാം അതുപോലെ. അവിടെ പോകുമ്പോൾ തന്നെ വേറെ ഏതോ ഒരു സ്ഥലത്ത് പോയൊരു ഫീലാണ്. ഒരുപാട് ആൾക്കാർ അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ മൊത്തം ലൈറ്റും ഇങ്ങനെ സെറ്റാക്കി വെച്ചിരിക്കുകയാണ് അവർ. പിന്നെ പക്ഷികൾക്ക് താമസിക്കേണ്ട ചെറിയ ചെറിയ വീട് പോലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വളരെ ഒരു നല്ലൊരു രസമുണ്ട് മൊത്തത്തിൽ കണ്ടിരിക്കാൻ. അങ്ങനെ ഞങ്ങൾ നടന്ന് എല്ലാം കണ്ടു. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ നടന്ന് പോയപ്പോൾ കണ്ട ഒരു സ്ഥലമാണ് ബാറ്റിൽ പാർക്ക് എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്നത്. ബാറ്റിൽ പാർക്ക് എന്താണ് സംഭവം എന്ന് പറഞ്ഞാൽ അകത്ത് കുറച്ചുകൂടെ ഉള്ളിൽ കയറി അകത്ത് പോയി നോക്കിയപ്പോഴാണ് നമുക്ക് മനസ്സിലായത് അത് ഈ ഗ്രൂപ്പായിട്ട് പോകുന്ന ആൾക്കാർക്ക് കളിക്കാൻ വേണ്ടിയിട്ട് പെയിന്റ് ബോൾ ഒക്കെ വെച്ചിട്ട് ഉള്ള ഒരു ഗണ്ണുണ്ട് ഷൂട്ട് ചെയ്യേണ്ട. ആനന്ദം എന്ന മൂവി ഉണ്ടല്ലോ, കുറേ കോളേജ് പയ്യന്മാരായിട്ട് അവർ ഹംപിയിലൊക്കെ പോയി അങ്ങനെ ഒരു ടൂർ കഴിഞ്ഞിട്ട് വരുന്നൊരു മൂവി. ആ മൂവിയിലുള്ള കളിക്കുന്നതായിട്ടത് കാണിക്കും. ബേസിക്കലി ഈ ഗെയിം എന്ന് പറഞ്ഞാൽ 2 ടീം ഉണ്ടാവും. 10 പേരായിട്ട് പോകണേ, 5 പേര് ഒരു ടീം, 5 പേര് ഒരു ടീം. അപ്പോൾ അതിൽ നമ്മൾ എത്രത്തോളം ഈ പെയിൻറ്റ് ബോൾ കൊള്ളുന്നോ അത്രത്തോളം മറ്റേ ടീമിൽ ജയിക്കും. ഹെൽമെറ്റും തോക്കും നമ്മൾ ഇടേണ്ട ഡ്രസ്സ്, ആ വിസിബിലിറ്റിയും ഒരു കണ്ണാടി കൂട്ടിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ട്. അതിൽ പോയി എത്ര രൂപ എന്ന് ചോദിച്ചപ്പോഴേക്കും 100 സംതിങ് ദിർഹംസ് എന്നാണ് പറഞ്ഞത്. ഏതായാലും നിങ്ങൾ അവിടെ ഫ്രണ്ട്സായിട്ട് ഗ്രൂപ്പായിട്ടൊക്കെ പോകുകയാണെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയേക്ക്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങളങ്ങ് ഇറങ്ങി. അപ്പോൾ ഈ സ്ഥലത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ നല്ല സ്ഥലമാണ്. എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ്. നടന്ന് കാണാനും അങ്ങനെയൊക്കെ ഉള്ള നല്ല സ്ഥലങ്ങളാണ്. ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്ഥലമാണ്.
എല്ലാവരും പോയി കാണുക, കണ്ട് എൻജോയ് ചെയ്തിട്ട് കറങ്ങി അടിച്ചിട്ട് വരിക. അപ്പോൾ ഓക്കെ, വേറെ വീഡിയോയിൽ പിന്നെ ഒരിക്കൽ കാണാം. ശരി എന്നാൽ.